അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വർഷത്തിൽ ഒരിക്കലും മാത്രമാണ് കേട്ടോ ഈ റോഡിലൂടെ നടക്കാറ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. റോഡിനായാലും ബിൽഡിങ്സിനായാലും ഇപ്പോഴും കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നല്ല സൗണ്ടാണ് അവിടെ. ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ കഴിഞ്ഞ വർഷം വന്നതും അതിൻ്റെ മുന്നത്തെ വർഷം വന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ആ കാണുന്ന കേട്ടോ ദുബായ് ഫ്രെയിം. നമ്മളെ വീഡിയോ ഒരുപാട് നാട്ടിലുള്ളവർ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഉള്ളവർക്ക് ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് തോന്നിപ്പോവും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നമ്മുടെ നാട്ടിലുള്ളവർക്കും കാണണമല്ലോ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സബേൽ പാർക്കിന്റെ അടുത്തൊക്കെ കാണുമ്പോൾ ഏറെക്കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ ദുബായ് റണ്ണിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നവംബർ 23 കേട്ടോ ദുബായ് റണ്ണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ടീഷർട്ട് ആൻഡ് ബിബ് കളക്ഷൻ ചെയ്തിരിക്കണം. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് രജിസ്റ്റർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ടീഷർട്ട് കിട്ടുന്ന. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ടീഷർട്ടിന് പോയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ടൈം തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു കിട്ടും. ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഓരോ വർഷം കഴിയുമ്പോഴും ക്രേസ് കൂടി, ടീഷർട്ട് വേണം. ഇപ്രാവശ്യം പോകുമ്പോഴും ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാതെ പോയതുകൊണ്ടോ തോന്നുന്നു ആ ടീഷർട്ട് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഈ ദുബായ് റണ്ണ് നമ്മുടെ ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് കേട്ടോ. കാരണം ബോഡി നന്നായിട്ട് കൂളാവുക. 30x30 കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദുബായ് റണ്ണ് വരുന്നത്. അപ്പോൾ ഈ 30 ഡേയ്സ് ഇതുപോലത്തെ ഇവിടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ നിന്ന് ആ സോങ് ഒക്കെ കേൾക്കുമ്പം ശരിക്കും നമ്മളും കളിച്ചു പോകും. അത്രയും നല്ല അടിപൊളി വൈബായിരുന്നു അവിടെ. അമ്മോ, അവിടെ ഒരു പ്രോ ഡാൻസർ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു കൂടുതൽ തന്നെയാണോ ചേച്ചി എന്നറിയില്ല. 36 നല്ല കിടുക്കായിട്ട് സ്റ്റെപ്പിട്ടിട്ടുണ്ട്. അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഇതൊക്കെയാണ് കേട്ടോ. ഇതിലിങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ട് ആളുകൾ ജിമ്മ് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം. ഇനി അത് ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളുടെ ടീഷർട്ടൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ച് ആട്ടം പാടി ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് മെയിൻ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ ഈ ഒരൊറ്റ വഴിയുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കിടക്കാനുണ്ട്. ആ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഒരൊറ്റ കാഴ്ചയുള്ളൂ. ദുബായ് ഫ്രെയിം ഇങ്ങനെ കിടുക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നൈറ്റ് വ്യൂ നമുക്ക് ആസ്വദിച്ചാൽ നല്ല രസമാണേ. എനിക്ക് എൻ്റെ കെട്ടൻ സർപ്രൈസ് തന്നാട്ടോ ഞാൻ ഈ ഫ്രെയിമിൽ കയറിയത്. എന്നെ ചുമ്മാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഞാനിതിൻ്റെ മുകളിൽ വരെ കയറിയിട്ടുണ്ട്. അന്നും എനിക്ക് ഇതേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഫ്രെയിമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പഴയ ദുബായും മറ്റു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പുതിയ മോഡേൺ ദുബായി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വന്നപ്പോൾ ഈ ലൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഈ താഴെയല്ലേ. അതൊക്കെ ഇപ്പോൾ വന്നാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് നേരം ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ നോക്കി. എന്തോരം ധൃതിയുള്ള ആളുകളാലേ. പക്ഷേ ഇവിടുത്തെ റൂൾസൊക്കെ ഇങ്ങനെ അനുസരിച്ച് പോകുന്നത് കണ്ടപ്പോൾ ഒരു രസം. അപ്പോൾ ഓക്കെ, ബായ്. ദുബായ് വിശേഷങ്ങൾ കാണണമെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.